नमस्ते सभी बच्चों को हिंदी शिक्षा यूट्यूब चैनल पर स्वागत। नूतन सरल हिंदी माला पाठमाला एक पुस्तक के अभ्यास के लिए सबके लिए स्वागत। आओ दोहराए वर्णमाला। आ अनार, आ का एक शब्द वाक्य है अनार। आ से क्या शब्द बनाते हैं? अनार। आ आम, ई से इमली, ई ईख, आ से अनार, आ आम, ई इमली, ई ईख, ऊ से उल्लू, ऊ उल्लू, ऊ ऊन, ऋषि, ഏടി, ഐനക്, ഓഖലി, ഔരക്, അങ്കൂർ. അപ്പോൾ ആ എന്ന വാക്കിൻ്റെ ആ എന്ന അക്ഷരം കൊണ്ടുണ്ടാക്കിയ ഒരു പദമാണ് അനാർ. ആ വെച്ച് നമുക്ക് എന്താ പറയുക? അനാർ അല്ലേ? അനാർ എന്താ? പൊമോഗ്രാനേറ്റ് അല്ലേ? ആം, ആം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവരും കഴിക്കാറുണ്ട് അല്ലേ? ആം മാംഗോ. ഇമലി, ഇമലി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിക്ചർ നോക്കി തന്നെ അതിൻ്റെ പേരുകൾ മനസ്സിലാക്കും കേട്ടോ. ഈഖ്, ഉല്ലു, ഊൻ, ഋഷി, ഏടി, ഐനക്, ओखली, औरत, अंगूर. ये सब क्या है? स्वराक्षर आ ई उ इर, ए ऐ, ओ औ, आ. सेकंड पेज व्यंजन. व्यंजन से बने शब्द. कामल, व्यंजन का पहला अक्षर है का. इक्खा, गा, इक्खा, ङा, का से कमल. खा, खरगोश, गा, गमला, खा, खड़ी. चा, चामच, चा, चामच, छा, छतरी, जा, जहाज, छ, झरना, टा, टमाटर, ठा, ठठेरा, डा, डमरू, ठा, ठपली, ता, तरबूज, दा, दन, था, दवाई, द, धनुष, ना, नदी, पा, पहाड़, इफ़ा, फल, बा, बदक, फा, फवन, मा, मछली, या, यज्ञ, रा, रथ, ला, लड़का, वा, वन. ഇപ്പോൾ വ്യഞ്ജനാക്ഷരം എങ്ങനെ പറയാം? കാ, ഇഖ, ഗ, ഇഖ, ങ, ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ, ട, ഇഠ, ഡ, ഇഠ, ന, ത, ഇഥ, ദ, ഇഥ, ന, പ, ഇഫ, ബ, ഇഫ, മ, യ, ര, ല, വ. പേജ് നമ്പർ 18 ആണ് വായിക്കുന്നത്. 18 बिंदुओं को जोड़कर चित्र पूरा करो, रंग भरो और वर्णों के क्रम को पूरा करो. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? രംഗ് അല്ലേ? കളർ കൊടുക്കുക. പിന്നെ ആ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ വായിക്കുക. ആ ഫില്ല് ചെയ്യുന്ന വാക്കുകൾ ഫില്ല് ചെയ്യുക. അവിടെ ആ ഉണ്ട്, അടുത്ത കോളത്തിൽ അക്ഷരം വിട്ടുപോയി. അപ്പോൾ അവിടെ ഏതാ വരുന്നത്? ആ, ഈ, ഊ, ഇർ,
എ ഐ ഓ ഔ അം അ. ഓക്കെ. അപ്പോൾ ഒരു കുളത്തിൽ ഒരു പോണ്ടിൽ ഒരു ലോട്ടസ് അങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ വിടർന്ന് നിൽക്കുന്ന ലോട്ടസിൻ്റെ അകത്ത് കുറച്ച് അക്ഷരങ്ങളുണ്ട്, കുറച്ച് സ്വരാക്ഷരങ്ങളാണ്, കുറച്ച് വേർഡ് അത് മിസ്സിംഗ് ആണ്. അപ്പോൾ മിസ്സിംഗ് ആയ സ്വരാക്ഷരം കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വ്യഞ്ജനാണ്. സഫി വർണ്ണ ഫർക്ക ക്രമ പൂര കീജിയ. നമ്മൾ കായ്ക്കയൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ എല്ലാ മക്കളും ഇതുപോലെ റൗണ്ട് വരച്ച് ആ വിട്ടുപോയ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത സെക്കൻഡ് ചാപ്റ്ററാണ് ബിനാ മാത്രക്കെ ശബ്ദ, ചിഹ്നങ്ങളില്ലാത്ത വാക്കുകൾ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ പിക്ചർ? ഖർ അല്ലേ. അപ്പോൾ ഏത് വരുമ്പോഴാണ് ഖർ വരുന്നത്? ഖ പ്ലസ് റ്, ഖർ. ഇതെല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ സ്കൂളൊക്കെ പോകുന്ന ബസ്. ബ പ്ലസ് അപ്പം എന്താ? ബസ്. അടുത്തത് ജ പ്ലസ് ഗ അപ്പം എന്താ? ജഗ്. രാ പ്ലസ് ദ് അപ്പം എന്താ? രത്. അതുപോലെ 2 അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ. ദോ അക്ഷര വാലെ ശബ്ദ. ഫ ഇൽ ഫൽ, ജ ഇൽ ജൽ, ന ഇൽ നൽ, ക ഇൽ കൽ. അപ്പോൾ ഫൽ, ജൽ, നൽ, കൽ. ഓക്കെ. അടുത്ത ദൻ, മൻ, തൻ, ധൻ. പത്, നത്, ഛത്, രത്. ബെഡ്, ഛട്ട്, ഗെറ്റ്, പട്ട്. ഇവിടെ എല്ലാം ഒരു വിസർഗ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഠ എന്ന് വേണം പറയേണ്ടത്. അടുത്ത് വരുന്നത് പേജ് നമ്പർ 20 ആണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ ഒരു കുട്ടിയുണ്ട് അല്ലേ. ആ കുട്ടി രഥത്തിലേക്ക് പോവുകയാണ്, കുതിരപ്പുറത്ത് അങ്ങനെ പോവുകയാണ്. നൽ തക്ക് ചൽ, നൽ തക്ക് ചൽ. ടബ് ടബ്, പർ പർ, അബ് അബ്, വൻ വൻ, ചൽ ചൽ, ഫൽ ചക്, ബസ് पर मत छड़, रद पर छड़, बेड बेड मत कर, 10 तक पढ़, अब बस कर, ഖാർ ചൽ. ഇത് 2 അക്ഷരം വരുന്ന വാക്കുകൾ കൂട്ടി വായിക്കാനാണ്. അടുത്ത ചിത്രമൊക്കെ സഹി നാപ്പർ ഗോല ലഗാവോ. ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ വരുന്ന വാക്ക് ഏതാണോ ആ വാക്കിൽ ഗോല ലഗ, റൗണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ എന്താ കൊടുത്തിരിക്കുന്നത്? മൂക്കുത്തി അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്? നദ്. സെക്കൻഡ് എന്താ പറഞ്ഞത്? ധൻ. അടുത്ത് ടാപ്പ്. ടാപ്പിന് എന്താ പറഞ്ഞത്? നൽ. ഫ്രൂട്ടിന് എന്താ പറഞ്ഞത്? ഫൽ. അടുത്ത് വരുന്നത് ചിത്രസേ ഉസ്കെ നാം തക്ക് രേഖ കീഞ്ചോ. ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് എല്ലാ മക്കളും ഓർത്തത് പറയുക കേട്ടോ. എന്തൊക്കെയാണ് ഈ പിക്ചർ? ഇതെന്താ വരുന്നത്? ഖർ അല്ലേ. ഓക്കെ, ഇതാണ് ഖർ. എവിടെയാണ് ഖർ കിടക്കുന്നതിൽ? ഇതാണ് ഖർ. അടുത്തത് സെക്കൻഡ് പിക്ചർ. ഇതെന്താ? ഗുഡ്, ജഗ് അല്ലേ. ജഗ്. അപ്പം ഈ പിക്ചറാണ് ഇവിടെ വരുന്നത്. തേർഡ് പിക്ചർ ബസ്. ബസ് എവിടെ കിടക്കുന്നു? ബസ്, ബസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഖർ ലാസ്റ്റ് കിടപ്പുണ്ട്. ജഗ് ഇതാ ഇവിടെയുണ്ട്. ജഗ് എവിടെയാ? ജഗ് ഇതാ കിടക്കും ജഗ്. അടുത്ത് ബസ്സുണ്ട്. അടുത്തത് രഥ ഏതാ? ഇത്. ഓക്കെ, അപ്പോൾ ചെയ്തല്ലോ. അടുത്ത് വരുന്നത് ചിത്രമൊക്കെ നാം പൂരാ കരോ. ഇവിടെ ഫില്ല് ചെയ്യുക. ഒരു ലെറ്റർ മിസ്സിങ് ആണ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് അതിൻ്റെ പേരെഴുതുക. നാ ഡേഷ്. നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ അതിൻ്റെ വാക്ക്? വെരി ഗുഡ്, നൽ അല്ലേ. ല്, നൽ. അടുത്ത് ഫ ല്, ഫല്ല്. ല അറിയാലോ. ഈ ലായാണ് എഴുതാറ്. അടുത്ത് ഹ ല്, ഹല്ല്. അടുത്ത് ടബ്. ചിത്രോं के नाम लिखकर वाक्य पूरा करो और पढ़ो. ഡേഷ് ഫർ. ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചറിൻ്റെ പേര് എഴുതണം. എന്താ അതിൻ്റെ പിക്ചറിൻ്റെ പേര്? ജഗ് അല്ലേ. ജഗ് ഫർ. 10 എന്താ പറയുന്നത്? 10. 10 ബജ് ഗേ. എന്താണ് 10 ബജ് ഗേ? 10 മണിയായില്ലേ. അടുത്ത ഇതെന്താ? ലെറ്റർ അല്ലേ. ലെറ്റർ എന്താ പറയുക? പത്ര. പത്ര 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 പട്. ലെറ്റർ വായിക്കാനാണ് പറയുന്നത്. അടുത്തത് ഈക്ക്. ഷുഗർ കെയിനാണ്. ഈക്ക് ഡേഷ് ഗെയ്. ഈക്ക് പക്ക് ഗെയ്. എന്താണ് ഈക്ക് പക്ക് ഗെയ്? ഈക്ക് പാകമായി, പഴുത്തു എന്നൊക്കെ പറയാം.
അടുത്ത് വരുന്നത് തീൻ അക്ഷരവും വാരയാണ്. അപ്പോൾ ടീച്ചർ ഒരു വലിയ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഇതും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ടീച്ചർ ആദ്യമായിട്ടിട്ട വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ഇനി ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. കുഞ്ഞുമക്കൾ നല്ല നീറ്റായിട്ട് എഴുതണം കേട്ടോ. സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് വാക്കുകളൊക്കെ വായിക്കാനും എഴുതാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ മക്കൾക്കും നമസ്തേ.